ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് റിസർച്ചിൻ്റെ ടൈപ്സ് ആണ്. ഇതിൻ്റെ ഓൾറെഡി പാർട്ട് 1 വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ആ വീഡിയോ കാണണം. കാരണം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കേട്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ചിൻ്റെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാകണമെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന മെയിൻ ഘടകങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ളവർ നമ്മുടെ ചാനൽ മുഖേന കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ സിംപ്ലിഫൈഡ് നോട്ട്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നമ്മളത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ഇനി നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആ പാർട്ട് 1 വീഡിയോ കണ്ടവർ മാത്രമേ, കാരണം അത് കണ്ടവർക്ക് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ റിസർച്ച് എന്താണ്, റിസർച്ചിൻ്റെ മീനിങ്, ഡെഫിനിഷന്, അതേപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് അതിൻ്റെ ബിസിനസ് റിസർച്ചിൻ്റെ ടൈപ്സുകൾ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ ഒരു മീനിങ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് ടൈപ്സുകൾ മനസ്സിലാവണം. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ടൈപ്പിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടാണ്. അപ്പം നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് അത്യാവശ്യം ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് ഇത്രയും ഷോർട്ടാക്കിയിട്ട് നമ്മളൊരു ക്ലാസ് വീഡിയോ ചെയ്യുന്നത്. ആവശ്യക്കാരിലേക്ക് നമ്മൾ PDF അയച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ബിസിനസ് റിസർച്ചിൻ്റെ ടൈപ്സുകളൊക്കെ ഏതൊക്കെയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു നോർമലി ഒരു 10 ടൈപ്പെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു 7 ടൈപ്പിൽ കൂടെ നമുക്ക് റിസർച്ച് എന്തായാലും കടന്നു പോവാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക് റിസർച്ചാണ്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ യൂസ്. അതായത് ഇവിടെ ബേസിക് റിസർച്ചിൽ അവർ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്തായിരിക്കാം, തിയറികളാണ്. അതായത് പ്രാക്ടിക്കൽ യൂസിനേക്കാളും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുക തിയറികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സാമിന് എപ്പോഴും 1 വേർഡൊക്കെ ചോദിച്ച് കാണാറുണ്ട്. തിയറീസുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്സ് ഓഫ് റിസർച്ച് ഏതാണ്, അത് നമ്മുടെ ബേസിക് റിസർച്ചാണ്. ദാറ്റ് ഈസ് ഡെവലപ്പ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ യൂസ്. ഒരു പ്രാക്ടിക്കൽ യൂസും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻസും ഇല്ലാതെ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് നമ്മുടെ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പ്യുവർ റിസർച്ച് എന്നും കൂടി നമ്മൾ ബേസിക് റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നൊക്കെ പല പേരിൽ നമ്മൾ അറിയപ്പെടാറുണ്ട്. ഇനി രണ്ടാമത്തെ റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നേരെ ബേസിക് റിസർച്ചിൻ്റെ ഓപ്പോസിറ്റ്. അതായത് അവിടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തിയറിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. എയിംസ് അറ്റ് സോൾവിങ് സ്പെസിഫിക് ബിസിനസ് പ്രോബ്ലംസ്. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് മെയിനായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ യൂസ് ഉണ്ടാകാം. അതിനെ സോൾവ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. എയിംഡ് അറ്റ് സോൾവിങ് സ്പെസിഫിക് ബിസിനസ് പ്രോബ്ലംസ്. ഒരു പ്രാക്ടിക്കൽ യൂസിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഒരു ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒന്നാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ പഠിക്കേണ്ടത് ഒന്നാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലോറേറ്ററി, എക്സ്പ്ലനേറ്ററി, എക്സ്പീരിമെൻ്റൽ, അങ്ങനെ നമുക്കിങ്ങനെ ഒരു 3 ടൈപ്പ് EX വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് റിസർച്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഇൻഡെപ്ത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അതിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റഡ് ടു ക്ലാരിഫൈ പ്രോബ്ലംസ് ആൻഡ് ഗ്യാദർ ഐഡിയാസ്. അതായത് പ്രോബ്ലംസിനെ ക്ലാരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ ഒരു ഐഡിയാസ് ഉണ്ടാക്കുക. അതാണ് എക്സ്പ്ലോറേറ്ററി. കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുക, ഐഡിയാസിനെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ ഒരു സ്റ്റഡീനെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, ഒരു പ്രത്യേക ഫാക്ടറിനെ, ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലറായിട്ട് ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ കവർ ചെയ്യുക, അപ്പോൾ അതിനെ പർട്ടിക്കുലർലി ഡിസ്ക്രൈബ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ്
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ ഓർ സിറ്റുവേഷൻ, ഒരു പോപ്പുലേഷനെയോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്കത് ഓർക്കാൻ സുഖമാണല്ലേ, കാരണം ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞ വാക്കുകൊണ്ട് അതിൽ ഡിസ്ക്രൈബ് അങ്ങനെയുണ്ട്. അപ്പോൾ ആ രണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ടൈപ്പാണ് അനലറ്റിക്കൽ റിസർച്ച്. അനലറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അനലൈസിങ് എക്സിസ്റ്റിംഗ് ഡാറ്റ ടു ഡ്രോ കൺക്ലൂഷൻസ്. ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റേനെ അനലൈസ് ചെയ്യുക, കാരണം നമുക്കൊരു ഫൈനൽ കൺക്ലൂഷൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻസും സൊല്യൂഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് അനലറ്റിക്കൽ റിസർച്ച്. ഇറ്റ് അനലൈസിങ് ദ എക്സിസ്റ്റിംഗ് ഡാറ്റ ടു ഡ്രോ കൺക്ലൂഷൻസ്. ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് തരുന്ന ഒന്നാണ് അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ഇത് രണ്ടും പഠിക്കാൻ നമുക്ക് എളുപ്പമുള്ള കാര്യം, കാരണം ക്വാണ്ടിറ്റേറ്റീവ് അവിടെ എന്താണ് മെഷർ ചെയ്യുക, ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കലി ഓർ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റകൾ, സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് അനാലിസിസ് പോസിബിൾ ആവുന്ന ടൈപ്പ് ഓഫ് റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാം. നമുക്ക് ഹൈറ്റ് അല്ലേ, നമുക്ക് ഹൈറ്റ് ഉണ്ടാവാം, ഹൈറ്റ് അതേപോലെ തന്നെ വെയ്റ്റ്, നമ്മുടെ വെയ്റ്റ്സ്, ഇത് വെയ്റ്റിനൊക്കെ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ഡാറ്റയെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയും. നമ്മൾ റിസർച്ച് ചെയ്യുന്നതിൽ ന്യൂമറിക്കൽ ഡാറ്റകളെയും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് എന്തെന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ചാണ് ക്വാളിറ്റേറ്റീവ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് വരിക, ക്വാളിറ്റേറ്റീവ് റിസർച്ച് വരിക. ഡീൽസ് വിത്ത് ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ് അല്ലേ. അതായത് അവിടെ നമുക്കറിയാം ഹൈറ്റും വെയ്റ്റൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, ആളുടെ പേഴ്സണാലിറ്റി നമുക്ക് അതൊന്നും മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ചാണ് ക്വാളിറ്റേറ്റീവ്. കണ്ടില്ലേ, ഡീൽസ് വിത്ത് ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻസ്, മോട്ടിവേഷൻസ്, ആളുടെ ഇത് കൂടായിട്ട് പേഴ്സണാലിറ്റിയൊക്കെ വരും. പേഴ്സണാലിറ്റിയും അതൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് റിസർച്ചിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡീൽ ചെയ്യേണ്ടത് പ്രോസസ്സുകളാണ്. അതായത് എന്തൊക്കെയായിരിക്കാം ഒരു ബിസിനസ് റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മെയിനായിട്ട് പഠിക്കണം. അപ്പോൾ ബിസിനസ് റിസർച്ചിൻ്റെ പ്രോസസ്സുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് പ്രോസസ്സ്, ബിസിനസ് റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു സ്റ്റേജസ് നമുക്ക് ജസ്റ്റ് ഇവിടെ പോയിൻ്റ് വൈസ് ആയിട്ടാണുള്ളത്. എക്സാമിന് ഇതൊരു എസ്സേ ടൈപ്പാണ് ചോദിക്കുക, പോയിൻ്റ് വൈസ് അല്ലാതെ നമുക്കൊരു എസ്സേ ടൈപ്പ് എന്ന് പറയുമ്പം ഒരു 10 മാർക്ക് നമുക്ക് നമ്മുടെ എക്സാമിന് 10 മാർക്കിന് ചോദിക്കാം. ഇനി വെറും പ്രോസസ്സ് നമുക്കൊരു 2 മാർക്കിനും ചോദിക്കും. ഷോർട്ട് ആൻസർ ആയിട്ട് 2 മാർക്കിനുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. എസ്സേ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ പോയിൻറ്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പം എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഇതിൽ. അപ്പം നമ്മൾ ജസ്റ്റ് ക്ലാസ് കേട്ടൊരു ഓർമ്മയിൽ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലാസ് നന്നായി കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പോയിൻറ്റിനെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈങ് ആൻഡ് ഡിഫൈനിങ് ബിസിനസ് റിസർച്ച് പ്രോബ്ലം. ആദ്യത്തെ സ്റ്റെപ്പ് റിസർച്ചിൽ എന്താണ് റിസർച്ച് പ്രോബ്ലം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. റിസർച്ചിൽ ഏത് ഏരിയയിലാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കാണ് നമ്മൾ എടുക്കേണ്ടത്, ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യതാണ്. ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിഫൈനിങ് ദ റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ റിസർച്ച് എന്താണോ, റിസർച്ച് പ്രോബ്ലം എന്താണോ അത് നമ്മളവിടെ ഫോക്കസ് ചെയ്യണം. ക്ലിയർ ആയിട്ട് ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ മെൻഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിസർച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തേതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നമ്മളെടുത്ത ആ ഒരു റിസർച്ച് പ്രോബ്ലം, ഒരു ടോപ്പിക്ക്, അപ്പോൾ ആദ്യം നമ്മളൊരു ടോപ്പിക്ക് സെറ്റ് ചെയ്തു, അതിൻ്റെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. അതായത് ആ ഏരിയയിൽ ആരൊക്കെ മുന്നേ സ്റ്റഡി നടത്തിയിട്ടുണ്ട്, ആ സ്റ്റഡിയെ നമ്മൾ തിരിച്ചറിയണം. അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഒരു പാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റഡി ഓഫ് ദി ടോപ്പിക്, ആ ടോപ്പിക്കിൻ്റെ ഒരു പ്രീവിയസ് സ്റ്റഡി നമ്മൾ അറിയാം. അതിനുശേഷം ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ സ്റ്റഡിയുടെ സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ പ്രോബ്ലം കണ്ടുപിടിക്കുക, അതായത് നമ്മളെ ടോപ്പിക്ക്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്
കൺസ്യൂമർ അവെയർനെസ് എബൌട്ട് HP ലാപ്ടോപ്പ്. അപ്പോൾ HP ലാപ്ടോപ്പിൻ്റെ കൺസ്യൂമറിൻ്റെ അവെയർനെസ് ഞാൻ എടുത്തു. അതാണ് എൻ്റെ ഒരു ടോപ്പിക്ക്. സോ ഞാൻ അതിൻ്റെ പ്രീവിയസ് സ്റ്റഡീൻ്റെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ തയ്യാറാക്കി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ എൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വേണ്ടത്? ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഐഡൻറ്റിഫൈ ദി കൺസ്യൂമർ അവെയർനെസ് അബൌട്ട് HP പ്രോഡക്റ്റ്. കൺസ്യൂമേഴ്സിൻ്റെ അവെയർനെസ് HP പ്രോഡക്റ്റിൽ ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണം. ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സ്റ്റഡിയുടെ ഹൈപ്പോത്തസിസ് നമുക്കറിയാം അല്ലേ? നമ്മുടെ ഹൈപ്പോത്തസിസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഉണ്ട്, അതേപോലെ തന്നെ നൾ ഹൈപ്പോത്തസിസും ഉണ്ട് അല്ല, H0 H1. അപ്പോൾ ഹൈപ്പോത്തസിസ് നമുക്കിപ്പോൾ ഒരു ഡിഗ്രി ലെവലിലൊക്കെ ആണെങ്കിൽ ഹൈപ്പോത്തസിസ് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യേണ്ടി വരില്ല. ഒരു PG ലെവലൊക്കെ ആകുമ്പോൾ നമുക്ക് ഹൈപ്പോത്തസിസ് അവിടെ ഒരു പ്രാക്ടിക്കൽ ലെവൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈനാണ്. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻറ്റ്, നമ്മുടെ സ്റ്റഡിയുടെ ഈ പോയിൻ്റൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടില്ലേ? ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദി സ്റ്റഡിയാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ. നമ്മുടെ റിസർച്ചിൻ്റെ അൾട്ടിമേറ്റ് ഒരു പ്രോപ്പർ ഫങ്ഷൻ ചെയ്ത് വരുന്ന ഒന്നാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ. ആ റിസർച്ച് അതായത് നമ്മൾ ഏത് മെത്തേഡാണ് നമ്മളെ സ്റ്റഡിയിൽ യൂസ് ചെയ്ത് അത്തരത്തിലുള്ള റിസർച്ച് ഡിസൈനുകൾ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അപ്പോൾ റിസർച്ച് ഡിസൈൻ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്റ്റഡി അവിടെ ഫൈനലി ആവുള്ളൂ. പിന്നെ നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് സാമ്പിളിങ്ങും ഡാറ്റ കളക്ഷനുമാണ്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു അല്ലേ? കസ്റ്റമേഴ്സിൻ്റെ HP ലാപ്ടോപ്പിൻ്റെ അവരുടെ സ്റ്റഡി നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൽ സാമ്പിൾ, അതായത് നമ്മൾ ഡാറ്റാസ് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം, എത്ര ഡാറ്റ കളക്ട് ചെയ്യണം, അതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. എത്ര ഡാറ്റ, ഇപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യനെയർ ഒരു 30 പേർക്ക് കൊടുക്കണം. അപ്പോൾ എൻ്റെ സാമ്പിൾ അവിടെ വരുന്നത് 30 അപ്പോൾ 30 സാമ്പിൾ സൈസ് ഞാൻ എടുത്തു ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി. 30 പേരിൽ ഞാൻ എൻ്റെ ഡാറ്റ, അതായത് എൻ്റെ ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അവിടെ റെസ്പോൺസ് ഞാൻ ഫില്ല് ചെയ്ത് വാങ്ങുകയാണ്. സോ അതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് വാങ്ങുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡിൽ വരും. നമുക്കിങ്ങനെ ഡാറ്റാസ് നമുക്ക് 2 തരത്തിലല്ല ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? അതൊരു പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഡാറ്റ കളക്ഷൻ മെത്തേഡ് നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് നമുക്ക് പ്രൈമറി, നമുക്ക് വരുന്നത് പ്രൈമറി. രണ്ടാമത്തെ വരുന്നത് നമുക്ക് സെക്കൻഡറി. പ്രൈമറി സെക്കൻഡറി 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള സോഴ്സിൽ നിന്ന് നമ്മൾ സെക്കൻഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുന്ന ഒരു രീതിയാണ് ഡാറ്റ കളക്ഷൻ. ഇങ്ങനെ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തു. ഇനി നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അടുത്ത വരുന്ന സ്റ്റേജാണ് ഏത്? പ്രോസസ്സിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. അതായത് ആ ഡാറ്റയെ നമ്മൾ ടേബിൾസോ അല്ലെങ്കിൽ ഗ്രാഫൊക്കെ ആയിട്ട് നമ്മൾ വിഷ്വലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്. വിഷ്വലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ വിഷ്വലി പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രോസസ്സിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. നമ്മൾ ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനെയർ കൊടുത്ത് നമുക്ക് 30 പേരിൽ 20 പേര് നമുക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ പൈഗ്രാഫും അതേപോലെ ചാർട്ടൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫിക്കലി നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഡാറ്റ, ദാറ്റ് ഈസ് പ്രോസസ്സിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഇനി ഫൈനൽ സ്റ്റെപ്പാണ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. നമ്മൾ ഇപ്പോൾ വരച്ച് ഈ ഡാറ്റനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക? ഇത്ര പെർസെൻറ്റേജ് ഈ ഒരു ഏരിയ ആയിരുന്നു, ദെൻ ഇത്ര പെർസെൻറ്റേജ് ഈ ഒരു ഏരിയ കവർ ചെയ്തു. ഇനിയിപ്പോൾ ഒരു പൈ ചാർട്ടാണെങ്കിൽ 50% യെസ് പറഞ്ഞവർ, ദെൻ 40% നോ പറഞ്ഞവർ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വണ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഇൻ്റർപ്രറ്റ് ചെയ്ത ഡാറ്റ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? റിപ്പോർട്ട് അവിടെ റൈറ്റ് ചെയ്യും. റിപ്പോർട്ട് നമ്മളൊരു ഫോർമാറ്റ് രീതിയാണ് നമ്മൾ റിപ്പോർട്ട് റൈറ്റ് ചെയ്യുക. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ടൈംസ് ന്യൂ റോമൻ പറഞ്ഞ ഒരു ഫോണ്ടിലായിരിക്കണം. സൈസ് 12, 14 ആ റേഞ്ച് ആയിരിക്കണം. അതേപോലെ തന്നെ ഹെഡിങ് ബോൾഡ്, അങ്ങനെയൊക്കെ ഓരോ APA ഫോർമാറ്റിൽ റെഫറൻസ് വേണം. അങ്ങനെയൊക്കെ ഒരുപാട് ഫോർമാറ്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രോപ്പറായിട്ട് ഡാറ്റകൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് റൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിസർച്ചിൻ്റെ മെയിനായിട്ട് വരുന്ന സ്റ്റേജസ് അഥവാ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് essay ആയിട്ട് 10 മാർക്കിനും ഷോർട്ട് essay ആയിട്ട് 2 മാർക്കിനും ചോദിക്കാം. ഇത് കൂടാണ്ട് ഇതിലെ ഓരോരോ സബ് പോയിൻറ്റുകളും എക്സാമിന് ചോദിക്കും.
ഓക്കെ. ആൻഡ് ലാസ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു ഏരിയയും കൂടിയുണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് റിസർച്ച്. ഇതും ബിസിനസ് റിസർച്ചിൽ കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നിങ്ങളത് മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ചാണ്. അതായത് നമുക്കറിയാം ബിസിനസ് റിസർച്ച് യൂസ് ചെയ്താൽ ബിസിനസ്സിൽ മാറുന്ന ട്രെൻഡുകൾ, ഡാറ്റാസ് അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരു കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് അറിയാനും അവരുടെ വാണ്ട്സ് അറിയാനും മാർക്കറ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എത്രയാണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഫിനാൻഷ്യൽ റിസർച്ച് നമുക്ക് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, റിസ്ക്, റിട്ടേൺ, ക്യാപിറ്റൽ ഗെയിൻ ആണോ പ്രോഫിറ്റ് ആണോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ബിസിനസ് റിസർച്ച്. അപ്പോൾ ഫിനാൻഷ്യൽ റിസർച്ചിനും കൂടി അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് റിസർച്ച് നെക്സ്റ്റ് വരുന്ന അപ്ലിക്കേഷനാണ് ഹ്യൂമൻ റിസോഴ്സ് റിസർച്ച്. അതായത് എംപ്ലോയബിലിറ്റീൻ്റെ സാറ്റിസ്ഫാക്ഷൻ അറിയാൻ, എംപ്ലോയിൻ്റെ പ്രൊഡക്ടിവിറ്റി അറിയാൻ, മാൻ പവർ റിക്വയർമെൻറ്റ്സ്, ട്രെയിനിങ് നീഡ്സുകൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് ഹ്യൂമൻ റിസോഴ്സ് റിസർച്ച്. ദെൻ പ്രൊഡക്ഷൻ റിസർച്ച്, അതായത് ഇംപ്രൂവിങ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, എഫിഷ്യൻസി, കോസ്റ്റ് റിഡക്ഷനും ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഫൈനലി വരുന്നതാണ് കൺസ്യൂമർ റിസർച്ച്. കൺസ്യൂമറിൻ്റെ ബൈയിങ് ബിഹേവിയറും പ്രിഫറൻസും അറിയാനും. ഇങ്ങനെ കൺസ്യൂമർ റിസർച്ച് വന്നാൽ ഡിമാൻഡ് അത്യാവശ്യം മാർക്കറ്റിൽ കൂടും. സോ ഡിമാൻഡ് കൂടുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷനും സെയിലൊക്കെ അവിടെ കൂടും. ഇതൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ സഹായിക്കും. അപ്പോൾ ഇത്രയും ഈ ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു 3-4 ക്വസ്റ്റ്യൻസ് അടങ്ങിയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ തുടർന്നുള്ള വീഡിയോസ് നമ്മൾ ചാനൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.